എല്ലാവർക്കും നമസ്കാരം. അബീസ് മസാല യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു സോപ്പ് മേക്കിംഗ് തന്നെയാണ്, ഡിഫറെൻറ്റ് സോപ്പ് മേക്കിംഗ്. പിന്നെ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒന്ന് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം. കോൾഡ് പ്രോസസ്സിങ് സോപ്പ് എന്ന് പറഞ്ഞല്ലോ, ഇന്നൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഫ്രെയിം വെച്ചിട്ടാണ്, അതുപോലെ മോൾഡ് വെച്ചിട്ടാണ്. ഇത് നമ്മൾ ഒരു PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് അതിനൊരു ഗ്ലാസ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കാസ്റ്റിക് സോഡ, ലൈ സൊല്യൂഷൻ ഉണ്ട്, ഗോട്ട് മിൽക്ക് ഉണ്ട്, ശംഖുഷ്പുണ്ട്, റോസ് പെറ്റൽസ് ഉണ്ട്. റോസ് പെറ്റൽസിൻ്റെ ജ്യൂസാണ്. എല്ലാം കൂടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബ്ലെൻഡ് ചെയ്യണത് എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഒരു കയ്യേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒഴിക്കാൻ പോവാണ്, ലൈ സൊല്യൂഷൻ ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓരോന്നിലേക്കും കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകും. ഞാൻ ഈ മോൾഡിലും ഒഴിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഈ മോൾഡിലും കുറേശ്ശെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. രണ്ടിലും ഒഴിക്കുന്നുണ്ട് ഒരേ ടൈമിൽ. കൈ ഞാൻ ഗ്ലൗസ് ഊരി വെച്ചു, എനിക്ക് ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് കേട്ടോ. ഈ ശംഖുഷ്പൊക്കെ കണ്ടില്ലേ, കളറേ മൊത്തം മാറി. നീല പോയിട്ട്, ഞാൻ നിങ്ങൾക്ക് നീലല്ലേ കാണിച്ചു തന്നത്, നീല പോയിട്ട് ഈ കളറായിപ്പോയി. എപ്പോഴും കാസ്റ്റിക് സോഡ ലൈന് ലയിപ്പിച്ച് കഴിഞ്ഞാൽ മൊത്തം കളർ ചേഞ്ച് ആവുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാലോ അല്ലേ. അപ്പം ഇനി ഞാനിതൊന്ന് ഡിസൈൻ ചെയ്യാൻ ഓൾറെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ പപ്പടക്കോലാണ് കേട്ടോ.
ഇനി ഇളക്കാതെ തന്നെ ഇവിടെ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മോൾഡിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതും ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലെല്ലാ കളറും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഡിസൈനായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ആ മോൾഡ് ഞാൻ കാണിച്ചല്ലേ, PVC പൈപ്പാണ് ഇത് കേട്ടോ. അതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതുകൊണ്ട് ഇതൊരു വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അതുകൊണ്ട് അതും അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മോൾഡിൽ ഒരു ഡിസൈൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോൾഡ് പ്രോസസ്സിങ് സോപ്പ് ഒരു ഡിസൈൻ സോപ്പ്, അതായത് ശംഖുപുഷ്പം, ചെമ്പരത്തി, റോസാപ്പൂവ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മിക്സഡ് സോപ്പ് തന്നെയാണ്. പക്ഷേ നീം, അങ്ങനെ കോക്കനട്ട് മിൽക്ക് അങ്ങനെയൊക്കെ മിക്സഡ് സോപ്പാണ്. പക്ഷേ ശംഖുപുഷ്പത്തിൻ്റെ കളർ നീലയ്ക്ക് പകരം വാട്ടർ കളറായിരുന്നു. അപ്പോൾ വാട്ടർ കളറിൽ ഓൾറെഡി ശംഖുപുഷ്പം ജ്യൂസ് ഉണ്ടാക്കി വെച്ചതിൽ വാട്ടർ കളറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൾഡ് പ്രോസസ്സിങ്ങിൽ കാസ്റ്റിക് സോഡ ലായനി ഒഴിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച കളർ ചേഞ്ച് ആവും. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കാരണം ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നതാണ്, ശംഖുപുഷ്പം നീല കളർ പോയിട്ട് എന്താ പറയുക, പിങ്ക് കളറിലേക്ക് മാറി. വെച്ച സോപ്പിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇതാണ് കേട്ടോ. ഡിസൈനൊക്കെ കൊടുത്ത്, പക്ഷേ കട്ട് ചെയ്യാൻ ഞാൻ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കട്ടർ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇത് ശംഖുപുഷ്പം, പിന്നെ റോസ് പെറ്റൽസ്, നീം, അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ കളറ് നമ്മൾ വാട്ടർ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തത്, അതുകൊണ്ടാണ് അത് വയലറ്റ് ഷെയ്ഡിലേക്ക് പോയി എടുക്കുന്നത്. പിന്നെ റോസ് കളറും വാട്ടർ കളറാണ്. നീമിൻ്റെ പച്ച മാത്രമേ നമ്മൾ ഓയിൽ കളറ് ആഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ വാട്ടർ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒഴിച്ച് വെച്ച പൈപ്പിൻ്റെ ഉള്ളിൽ ഞാൻ എണ്ണ കൊടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടിയില്ല. റൗണ്ട് ഷേപ്പ് പൈപ്പൊക്കെ PVC പൈപ്പാണെങ്കിൽ എണ്ണ നന്നായി തടവി കൊടുക്കണം. PVC പൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് എനിക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. സോപ്പ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ എണ്ണ തടവാൻ മറന്നുപോയി. കാരണം കോൾഡ് പ്രോസസ്സിങ് അല്ല, അതൊരു കറക്റ്റ് ഒരു ടൈം കഴിഞ്ഞാൽ എടുക്കണം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ അത് വെച്ചിട്ട് രാവിലെ വന്നിട്ടാണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് എനിക്ക് കിട്ടിയില്ല.